ഇത് എന്നാന്നറിയാവോ? ഇത് മുടി കറക്കാനുള്ള എണ്ണയാണ്. ഇത് ഞാൻ കുറേ പ്രാവശ്യം എൻ്റെ ചാനലിൽ ഇട്ടതാണ്. അപ്പം അന്ന് ഒത്തിരി പേര് ഇത് ഉപയോഗിച്ച് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു. മുടി കറുത്തെന്ന് പറഞ്ഞു. ഡൈ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പേരിങ്ങനെ ഈ എണ്ണയെപ്പറ്റി പറഞ്ഞ്. അപ്പോൾ അത് നിങ്ങളിൽ കൂടി ഒന്ന് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ എണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ ആയിട്ട് കിടപ്പുണ്ട്. പിന്നെ ഇത് തലയിൽ പുരട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ തലയിലൊന്ന് പുരട്ടി നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യുക. സ്കാൽപ്പിലേക്കൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം അരമണിക്കൂറിന് ശേഷം കുളിക്കും നമ്മൾ നോർമൽ ഇതുപോലെ നമ്മൾ തല എണ്ണ തേച്ച് കുളിക്കില്ല പോലെ ഷാമ്പു ഇടാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അങ്ങനെ ഷാമ്പു ഇട്ടൊന്ന് കഴുകിക്കളയുക കേട്ടോ. പിന്നെ താളി ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അങ്ങനെ ഇത് ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് ഉപയോഗിച്ചവർക്ക് എല്ലാവർക്കും മുടി കറുത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഡൈ ഒക്കെ ചെയ്ത് ഒരുപാട് ഇതൊക്കെ ആയിട്ടുള്ളവർക്ക് കുറച്ച് താമസം എടുക്കും. പിന്നെ ഇത് എണ്ണയാണ് കേട്ടോ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഹെയർ ഡൈ നമ്മൾ എണ്ണയും ഇതൊക്കെ ചേർത്ത് നമ്മൾ ഹെയർ പാക്ക് ഇടുകയില്ല, അങ്ങനത്തെ അല്ല കേട്ടോ. ഇത് ഹെയർ ഡൈ എണ്ണയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒറ്റ പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടത്തുമില്ല. നമ്മളിത് സ്ഥിരം നമ്മൾ സാധാരണ വീട്ടിൽ കുളിക്കുന്നതിന് മുമ്പേ എണ്ണ തല തേക്കുന്ന പോലെ ഇതങ്ങ് തേച്ചാൽ മതി. തേച്ച് തല നോർമലായിട്ട് വാഷ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ മുടി കറുത്ത് തുടങ്ങുന്ന കാണാം. അപ്പോൾ ഇത് ഇച്ചിരി ക്ഷമയോട് കൂടി വേണം ഇരിക്കാനായിട്ട്. അല്ലാതെ ഒറ്റ ദിവസം പറ്റി പിറ്റേ ദിവസം റിസൾട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ആരും ഇത് കളഞ്ഞിച്ച് പോലെ. പിന്നെ ദിവസം തലയിൽ പുരട്ടുക. പിന്നെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യത്തിന് നിങ്ങൾ ഒരു ദിവസമൊക്കെ പുരട്ടിയില്ലെന്നും പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. എന്നും പറഞ്ഞ് ഒരാഴ്ചയൊക്കെ പുരട്ടാതിരുന്നേച്ച് പിന്നെയും പുരട്ടിയാൽ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തില്ല. ഒരു ദിവസമൊക്കെ തേച്ചില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെ ഒന്ന് എണ്ണ തലയിലൊന്ന് തേച്ച് കൊടുക്കുക. മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും. നല്ലൊരു ഹെയർ ഡൈ ഓയിലാണ് കേട്ടോ. ഇത് ഒത്തിരി പേര് നിങ്ങളെ വീഡിയോ കാണാൻ അതിലൊന്ന് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. റിസൾട്ട് കിട്ടിയെന്നും മുടി കറുത്തെന്നും ഒക്കെ പറഞ്ഞ് ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും അവർ തന്നെയാണ് ഉപയോഗിക്കുന്നതും വേറെ ഡൈ ഉപയോഗിക്കുന്നില്ല, ഡൈ നിർത്തിയെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും, വീഡിയോയുടെ ഇതിൽ കമൻറ്റ് കാണുമ്പോഴും മനസ്സിലാകും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ഹെയർ ഡൈ ഓയിലാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ലോങ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്. എല്ലാം കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അപ്പം നമ്മുടെ ഡൈ ഓയിലാണിത്. ഡൈയിൽ ഇത് പക്ഷേ കയ്യിലൊന്നും അങ്ങനെ പറ്റത്തില്ല കേട്ടോ. കൈയൊന്നും കറുത്ത് പോത്തൊന്നുമില്ല. നമ്മൾ തല തേച്ചതിന് ശേഷം നമ്മൾ ഒത്തിരി നേരം കൈ വെച്ചുകൊണ്ടിരിക്കാതിരുന്നാൽ മതി. ഒത്തിരി നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയൊരു കറുപ്പ് പോലെ തോന്നും. കയ്യിൽ നമ്മൾ സാധാരണ എണ്ണ തേക്കുന്നതിന് തേച്ച് ഒന്ന് വാഷ് ചെയ്താൽ മതി. എണ്ണ തേച്ചതിന് ശേഷം കൈ സോപ്പിട്ടാൻ കഴിയാൻ മതി. കയ്യിലെങ്കിൽ പൊക്കോളും. അല്ലാതെ ഗ്ലൗസ് ഒന്നിട്ട് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.